ഹായ്, ഞാൻ റഫീന ഷനവാസാണ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ഡിഷുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഡിഷ് എന്താണ്? ഒരു ഫിഷ് ഫ്രൈ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതെൻ്റെ ഒരു ഓൺ റെസിപ്പിയാണ്, നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം നമുക്കതിന് എന്തെല്ലാം വേണമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിന്ന് എടുത്തിരിക്കുന്നത് അയിലയാണ്. അയിലയല്ല, വേറെ ഏത് മീൻ വേണമെങ്കിലും ഇതിനു വേണ്ടി ചൂസ് ചെയ്യാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഉലുവ, കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, ഉപ്പ് പാകത്തിന്, മുളക് പൊടി ആവശ്യത്തിന്. ഞാൻ പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് പൊടിയാണ്, അതിനനുസരിച്ചുള്ള എരിവ് എടുത്താൽ മതി. മഞ്ഞൾപ്പൊടി, ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ കൂടി പൊടിച്ച് വെച്ചതാണ്. ഗരം മസാല, കറിവേപ്പില, പച്ചമുളക് എരിവിനനുസരിച്ചിട്ട്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെള്ളുള്ളി. നമുക്കിതെല്ലാം കൂട്ടിയിട്ടൊന്ന് വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഫസ്റ്റ് ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചാൽ തന്നെ ഇതെല്ലാം കൂടിയിട്ട് പൊടിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക. ഈ പരുവത്തിൽ ഒന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അരയ്ക്കുക. അപ്പോൾ ഈ പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് നമ്മുടെ മീനിൽ പുരട്ടാം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് മീനിനെ ഒന്ന് വരയണം. എന്തിനാണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഉപ്പും മുളകും നമ്മുടെ മസാലയൊക്കെ ഒന്ന് മീനിൽ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാം ഇതുപോലെ വരഞ്ഞ് മാറ്റി വയ്ക്കാം. ഇതെല്ലാം വരഞ്ഞ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചെറിയ നാരങ്ങൻ്റെ ഒരു തുണ്ട് ചെറുത് കഷ്ണം വേണം. അപ്പോൾ അതിൻ്റെ നീരൊന്ന് എടുത്ത് വയ്ക്കാം. നമ്മളുടെ മീനിന് സ്വാദ് കൂടും. നാരങ്ങ അല്ലെങ്കിൽ ഇത്തിരി വിനാഗിരി ഒഴിച്ചാലും മതി. നമ്മളുടെ ഈ മസാല ഒന്ന് നമ്മളുടെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. എല്ലാവിടെയും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നന്നായി നമ്മൾ ആ വരഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കൈ കൊണ്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക. നന്നായി തന്നെ പിടിക്കണം. അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് വെച്ച നാരങ്ങ നീര് അതിൻ്റെ മേലെ ഒന്നുകൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് മൂടി മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മളുടെ അടുപ്പ് കത്തിക്കാം. ഈ ചീനച്ചട്ടി വെച്ചിട്ട് നന്നായി ചൂടാക്കുക. നന്നായി ചൂടാവണം. അപ്പോൾ നമ്മളുടെ അന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. നമ്മളിപ്പോൾ മീൻ കറി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത്. യൂസ് ചെയ്താൽ നല്ല
മണം ഉണ്ടാവും. അപ്പോൾ എണ്ണയും നന്നായി കായണം. ഓയിലിനെക്കാട്ടിയും ടേസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണയാണ് വരുന്നത്. അതുകൊണ്ട് എണ്ണ നന്നായി കാഞ്ഞു നമുക്ക് മീനിടാം. ആദ്യം ഇത്തിരി തീ കൂട്ടി വെച്ചിട്ടും പിന്നെ തീ സ്ലോവിൽ വെച്ചിട്ടും പതുക്കെ നമുക്ക് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഫിഷ് ഫ്രൈ ആയി വരുന്നു. നമുക്ക് ഫ്രൈ ആയിട്ടുണ്ട്, കോരിയെടുക്കാം. ഈ പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മുരിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫിഷ് ഫ്രൈ റെഡി. അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തിരിക്കുന്നൊരു ബെല്ലൈക്കൺ ഉണ്ട്, ഒന്ന് പ്രസ് ചെയ്യണേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ. സീ യു സൂൺ.